കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേധസേ രഘുനാഥായ നാഥായ സീതായ പതയേ നമഃ. ശ്രീ സീതാലക്ഷ്മണ ഭരതശത്രുഘ്ന ഹനുമൽ സമേത ശ്രീരാമചന്ദ്രസ്വാമിനേ നമഃ. യത്ര യത്ര രഘുനാഥകീർത്തനം തത്ര തത്ര കൃതമസ്തകാഞ്ജലിം ബാഷ്പവാരി പരിപൂർണലോചനം മാരുതിം നമത രാക്ഷസാന്തകം. ഗുരുവായൂരപ്പ ശരണം. ഇന്ന് ഞാൻ നേരത്തെ റെക്കോർഡ് ചെയ്യും കുറച്ചൊക്കെ. അപ്പോൾ ഇന്ന് ശരിക്ക് കർക്കിടകം 1-ാം തീയതിയാണ്. അതിൽ നമ്മളിപ്പോൾ ചെയ്യണ ഭാഗം വളരെ 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 മംഗളകരവും വിശേഷപ്പെട്ടതാണ്. കാരണം ശ്രീരാമൻ ലക്ഷ്മണനെ ഉപദേശിക്കുകയാണല്ലോ. ലക്ഷ്മണൻ ദേഷ്യപ്പെട്ടിട്ട് അച്ഛനെ കെട്ടിയിരുന്നെന്ന് പറഞ്ഞുവല്ലോ. ഞാൻ എന്നിട്ട് രാജാവാവണമെന്നൊക്കെ പറഞ്ഞ് വളരെയധികം ദേഷ്യപ്പെട്ടുല്ലോ. അപ്പോൾ ലക്ഷ്മണനെ ഉപദേശിക്കണതാണല്ലോ അതിലത്തെ എത്ര നല്ലതാണ്. കഴിഞ്ഞ 2 ശ്ലോകങ്ങൾ നമ്മൾ പറഞ്ഞ് നിർത്തിയതല്ലേ. ലോകത്തിൽ കാണപ്പെടുന്ന ഈ സുഖസാധനങ്ങൾ മുഴുവൻ ഈ മേഘപാളികളിൽ കാണുന്ന പ്രത്യക്ഷപ്പെട്ട ഉടനെ തന്നെ അപ്രത്യക്ഷമാകുന്ന മിന്നൽ പിണര് പോലെ മാത്രമേ ഉള്ളൂ. അത്ര അനിത്യമാണ് എല്ലാ സുഖങ്ങളും. അതുകൊണ്ട് അതിൻ്റെ പിന്നാലെ പോയാൽ നമുക്ക് ദുഃഖം തന്നെയാണ് ഫലം. അപ്പോൾ അത് ഏതുപോലെ വെച്ചാൽ പഴുപ്പിച്ച ഇരുമ്പിൽ നമ്മൾ ഒരു തുള്ളി വെള്ളം വീറ്റിയാൽ അത് അപ്പം തന്നെ ആവിയായി പോവില്ലേ, അതുപോലെ അനിത്യമാണ് നമ്മളെ ഈ ഭൗതികമായിട്ടുള്ള സുഖഭോഗങ്ങൾ. അപ്പം അതിൻ്റെ പിന്നാലെ പോയവർക്കൊക്കെ ദുഃഖത്തിലക്കപ്പെടേണ്ടിയെന്ന് പറഞ്ഞു. പിന്നെ ഒന്നും കൂടി പറഞ്ഞു അല്ലേ, ഒരു പാമ്പിൻ്റെ വിഴുങ്ങാൻ ഓൾമോസ്റ്റ് വിഴുങ്ങിയിട്ട് മുഴുവൻ വിഴുങ്ങിയിട്ടില്ല, അങ്ങനൊരു തവള പുറത്തു കൂടെ നടക്കണ ഒരു ഈച്ച പിടിക്കണ പോലെയാണ്. അടുത്ത നിമിഷം തവള പാമ്പിൻ്റെ വായിലെത്തും. ആ പരമാർത്ഥം അറിയാതെ അത് അടുത്തു കൂടെ പോണ പൂച്ചയെ പിടിക്കാൻ പോകുന്ന പോലെയാണ് നമ്മളൊക്കെ കാലമാകുന്ന സർപ്പത്തിൻ്റെ വായിൽ അകപ്പെട്ടിരിക്കുന്ന ഈ ലോകം തന്നെ. ഈ വളരെ അസ്ഥിരമായിട്ടുള്ള ഈ സുഖത്തിൻ്റെ പിന്നാലെ ആഗ്രഹിച്ചു പോണത് അതുപോലെയാണ് എന്നുള്ള ഒരു നല്ലൊരു ഇതും പറഞ്ഞു അല്ലേ. ഇനി നമുക്ക് 22 വായിക്കാം. കരോതി ദുഃഖേന ഹി, അത്ര ഭയങ്കര നല്ല ഉപദേശമാണ് കേട്ടോ. കരോതി ദുഃഖേന ഹി കർമ്മതന്ത്രം ശരീരഭോഗാർത്ഥമഹന്നിശം നര ദേഹസ്തു ഭിന്ന പുരുഷാൽ സമീക്ഷ്യതേ കോവാത്ര ഭോഗ പുരുഷേണ ഭുജ്യതേ. അവിടെ നിൽക്കണവരൊക്കെ കേൾക്കുന്നുണ്ട് കേട്ടോ. നരഹ ശരീരഭോഗാർത്ഥം, മനുഷ്യൻ ഈ ശരീരത്തിൻ്റെ ഭോഗത്തിന് വേണ്ടിയിട്ട്, ശരീരത്തിൻ്റെ സുഖത്തിന് വേണ്ടിയിട്ട് അഹർനിശം രാവും പകലും ദുഃഖേന കർമ്മതന്ത്രം കരോതി, ദുഃഖത്തോടു കൂടി നമ്മൾ ഓരോ കർമ്മങ്ങൾ ചെയ്യണു ശരീരത്തിൻ്റെ സുഖത്തിന്. ദേഹത്തു നൈ ദേഹോ പുരുഷാത് ഭിന്ന സമീക്ഷ്യതേ, ആത്മാവിൽ നിന്ന് ഭിന്നമാണ്. അത് ശരിക്കും നമ്മളല്ല ആ ദേഹം. അതാണ് പറയുന്നത്. മനുഷ്യൻ ഈ ദേഹത്തിൻ്റെ സുഖത്തിനായിക്കൊണ്ടാണ് രാവും പകലും നമ്മൾ കഷ്ടപ്പെടുന്നു. അതായത് ഇന്നതെന്നില്ല, നമ്മൾ എല്ലാ കാര്യങ്ങളും ചെയ്യണത് നമ്മൾ ഈ ദേഹമാണ് എന്നുള്ള വിചാരത്തോടു കൂടിയാണ്. നമ്മൾ ദേഹാഭിമാനത്തോടു കൂടിയാണ് ഈ ഭോഗങ്ങൾക്ക് വേണ്ടിയുള്ള എല്ലാ കർമ്മങ്ങളും ചെയ്യണം. അതായത് ചിന്തിക്കണില്ല, നമ്മൾ ബുദ്ധിപൂർവം ചിന്തിക്കണില്ല എന്ന് പറയുകയാണ്. എന്താ വെച്ചാൽ ആർക്കാണ് സുഖഭോഗം? ആരാ സുഖഭോഗം അനുഭവിക്കണേ? ശരീരോ ആത്മാവോ? ശരീരത്തിനല്ല. കാരണം ശരീരം ആത്മാവിൽ നിന്ന് ഭിന്നാണ്. നമ്മൾ ശരീരമേ അല്ല നമ്മൾ. പക്ഷേ ഈ സുഖത്തിൻ്റെ ശരിക്കുള്ള ആ അനശ്വര സുഖം ഈ ജഡമായ ശരീരത്തിന് അനുഭവിക്കാൻ സാധ്യമല്ല. ഇങ്ങനെയുള്ള അനിത്യസുഖമേ നമ്മുടെ ദേഹത്തിന് അനുഭവിക്കാൻ സാധിക്കുള്ളൂ. അപ്പോൾ ഈ ആത്മാവിനാവട്ടെ എന്നും അനിത്യം, സത്യം, ആനന്ദസ്വരൂപൻ, ജ്ഞാനസ്വരൂപൻ ഒക്കെയാണ്. അതിന് ദുഃഖമേ ഇല്ല. എന്നും ആനന്ദം തന്നെ സ്വരൂപം പൂണ്ടതാണ്. എന്ത് ഭോഗ പിന്നെ ആത്മാവിന് ആവശ്യമുള്ളത്? ആനന്ദസ്വരൂപനാണ്, ജ്ഞാനസ്വരൂപനാണ്. എന്ത് ആനന്ദമാണ്, എന്ത് ജ്ഞാനമാണ് ആത്മാവിന് ആവശ്യമില്ല. ആ ആത്മാവാണ് നമ്മളെന്ന് ചിന്തിക്കാതെയാണ് നമ്മൾ ഈ ശരീരത്തിന് വേണ്ട സുഖഭോഗങ്ങളുടെ പിന്നാലെ പോണത്.
കാരണം അതൊക്കെ അനിത്യമാണ്. ആ ശരീരം അനുഭവിക്കണമെന്നും ആത്മാവ് അനുഭവിക്കില്ല. ശരിക്കുള്ള ഞാൻ എന്ന് പറയുന്ന ആത്മാവ് ഈ ശരീരത്തിന് കിട്ടുന്ന സുഖമൊന്നും അനുഭവിക്കില്ല. കാരണം ആത്മാവിന് അത് ആവശ്യമില്ല. അത് നമ്മൾ മനസ്സിലാക്കണ്ടേ. എന്താ വെച്ചാൽ ആത്മാവ് ആനന്ദസ്വരൂപനാണ്. ഞാൻ എന്ന് നമ്മൾ ശരിക്കുള്ള ഞാൻ അല്ലെങ്കിൽ ആത്മാവ്, അതായത് ആത്മാവിൽ നിന്നും അഭിന്നനായ എല്ലാവരും പറയുന്ന ആ ഞാൻ എന്ന ആ ആത്മാവ് ഇനി വേറെ സുഖം വേണ്ട. കാരണം ആനന്ദസ്വരൂപനാണ്. അപ്പം നമ്മൾ ഈ ശരീരസുഖത്തിന് വേണ്ടി രാപ്പകൽ കഷ്ടപ്പെട്ട് സുഖമാണെന്ന് നമ്മൾ വിചാരിച്ച് അനുഭവിക്കുന്ന ഒരു സുഖവും ശരിക്കുള്ള നമ്മൾ അനുഭവിക്കുന്നില്ല. ഈ ജഡശരീരം കൊണ്ട് അനുഭവിക്കാവുന്നതൊന്നും ആത്മാവിന് അനുഭവിക്കാൻ യോഗ്യത തന്നെ ഇല്ല. കാരണം ആത്മാവ് ആനന്ദസ്വരൂപനാണ്. ആ പരമാർത്ഥം അറിയാതെയാണ് നമ്മൾ ലക്ഷ്മണ ഈ സുഖഭോഗങ്ങളുടെ പിന്നാലെ പോണേ. ഞാൻ രാജാവാവണമെന്ന് നിൻ്റെ ആഗ്രഹമൊക്കെ അതാണ്, എന്നെ ശരീരമായിട്ട് കണ്ടിട്ടാണ് എന്ന് പറയുകയാണ്. എത്ര നമുക്ക് വായിച്ച് മനസ്സിലാക്കാൻ, നല്ല അത് ഉൾക്കൊള്ളാനൊക്കെ നമുക്ക് പറ്റുമെന്ന് അറിയില്ല. പക്ഷെ നമ്മൾക്ക് വായിച്ച് മനസ്സിലാക്കാം എന്താണ് പറയണത്. കാരണം ആത്മാവിന് ഇനി ആനന്ദം ആവശ്യമില്ലേ. ആത്മാവ് ആനന്ദ സ്വരൂപനാണ്. ആ ആത്മാവാണ് ശരിക്കും നമ്മൾ പക്ഷെ അതറിയാതെ നമ്മൾ ഈ ശരീരമാണെന്ന് വിചാരിച്ച് ശരീരഭോഗങ്ങൾ, അനിത്യമായിട്ടുള്ള ശരീരഭോഗങ്ങളുടെ കൂടെ പിന്നാലെ പോവുകയാണ്. അത് ആത്മാവിന് ഒരു തരത്തിലും അനുഭവിക്കാൻ യോഗ്യമുള്ള സുഖമല്ല, ആവശ്യമില്ല. ആത്മാവിന് ആനന്ദസ്വരൂപനാണ് എന്നാണ് ഇതിൻ്റെ ഒരു അർത്ഥം. കരോതി ദുഃഖേന ഹി കർമ്മതന്ത്രം ശരീരഭോഗാർത്ഥമഹർനിശം നര ദേഹസ്തു ഭിന്ന പുരുഷാൽ സമീക്ഷതേ കോ വാത്ര ഭോഗ പുരുഷേണ ഭുജ്യതേ. നമുക്ക് ഇത്രയും നല്ലൊരു ഭാഗം കർക്കിടക മാസമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഒരു ഭാഗ്യം തന്നെയാണ്. ഇനി 23. പിതൃമാതൃ സുത ഭ്രാതൃ ദാര ബന്ധ്വാദിസംഗമ പ്രവായാമിവ ജന്തൂനം നദ്യം കാഷ്ടൗഘവച്ചല. പിതൃ മാതൃ സുത ഭ്രാതൃ ദാര ബന്ധ്വാദി സംഗമ. ബന്ധ്വാദി സംഗമ എന്ന് പറഞ്ഞാൽ എന്താ? അച്ഛൻ, അമ്മ, മക്കള്, സഹോദരന്മാര്, ഭാര്യ, ബന്ധുക്കള്, ഇവരോടൊക്കെയുള്ള ആ ഒരു നമ്മുടെ ചേർച്ച ഉണ്ടല്ലോ, അതായത് നമ്മൾ അവരൊക്കെ ആയിട്ട് ഉള്ള ഒരു നമ്മുടെ ആ ചേർച്ച ജന്തൂന പ്രാണികൾക്ക് പ്രപായാം ഇവ, അതായത് തണ്ണീർപ്പന്തലിൽ മീറ്റ് ചെയ്യണ പോലെ ഉള്ളൂന്ന്. നദ്യം നദിയിൽ കാഷ്ടൗഘവത്, അല്ലെങ്കിൽ മരക്കഷ്ണങ്ങൾ ഒന്നിച്ച് നദിയിൽ ഒഴുകിയിട്ട് ഒരു തുരുത്തുമ്പിലോ എവിടെയെങ്കിലും ചെന്ന് തെറ്റിയാൽ അത് എല്ലാ ദിക്കിലേക്കും ചിന്നിച്ചെതറി പോവില്ലേ, അതുപോലെയും ഒരു തണ്ണീർപ്പന്തലുണ്ട്. അവിടെ വഴിയാത്രക്കാരൊക്കെ ഒന്ന് കയറി തമ്മിൽ കണ്ടു വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ അവിടുന്ന് പിരിയും. അതുപോലെ ഉള്ളൂ നമ്മളിപ്പോൾ അച്ഛൻ, അമ്മ, മക്കള്, സഹോദരന്മാർ, ഭാര്യ, ഇതൊക്കെ നമുക്ക് ബന്ധുക്കളൊക്കെ നമ്മൾ തണ്ണീർപ്പന്തലിൽ കണ്ടുമുട്ടുന്നവരെ പോലെ ശരിക്കുള്ളൂ. കുറച്ചും കൂടി അധികം നേരമുണ്ട്, ശരിയാണ്. പക്ഷേ അതും അത്ര അനീതിയാണ്. തണ്ണീർപ്പന്തലിൽ ഒരാളെ വഴിയാത്രക്കിടയിൽ തണ്ണീർപ്പന്തലിൽ കുറേ ആൾക്കാർ ഒത്തുകൂടി കുറച്ച് നേരം വിശ്രമിച്ചു, എന്തെങ്കിലും കഴിച്ചു, അവിടുന്ന് പിരിഞ്ഞു, പിന്നെ ഒരിക്കലും കാണില്ല. അതേപോലെ തന്നെ ഒരു നല്ല മഴ ഉണ്ടായി, കാറ്റും മഴ ഉണ്ടായാൽ പിന്നെ മരങ്ങളുടെ കഷ്ണങ്ങളൊക്കെ ഒടിഞ്ഞിട്ട് മലയെന്ന് വരികയാണെന്ന് വിചാരിച്ചോളൂ. മരങ്ങളുടെ കഷ്ണങ്ങളൊക്കെ ഒടിഞ്ഞിട്ട് കുറേ മരക്കഷ്ണങ്ങൾ ഒന്നിച്ച് ആ ഒഴുക്കിൽ ഇങ്ങനെ പോവും. നമ്മൾ കണ്ടിട്ടുണ്ടല്ലേ, അത് ഒന്നിച്ചിങ്ങോട്ട് പോയിട്ട് ഒരു തുരുത്തിൽ എന്തെങ്കിലും ഒരു ചെറിയൊരു ഐലൻഡ് പോലെ എന്തെങ്കിലും ഒരു മണ്ണുകൊണ്ടുള്ളൊരു എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതുമ്പോൾ ചെന്നാൽ അങ്ങ് തട്ടിയാൽ എല്ലാം ഓരോ സ്ഥലത്തേക്ക് ചിന്നിച്ചെതറി ഓരോ സ്ഥലത്തേക്ക് പോവും. ഓരോ മരക്കഷ്ണം, അത്ര വലിയ മരക്കഷ്ണമല്ല, ചെറുതാണേ. അപ്പോൾ പിന്നെ ഒരിക്കലും ആ മരക്കഷ്ണങ്ങൾ കണ്ടുമുട്ടില്ലല്ലോ. അതുപോലെയുള്ളൂ നമ്മുടെ കുടുംബാംഗങ്ങളും ബന്ധുക്കളും സുഹൃത്തുക്കളും ഒക്കെ കുറച്ച് കാലത്തേക്ക് ഉണ്ട്. പിന്നെ ഒരിക്കലും കാണാത്ത വിധത്തിൽ നമ്മളെല്ലാം പിരിയണു. അപ്പം അതിനെപ്പറ്റി നമ്മൾ അധികം വ്യാമോഹിക്കരുത് എന്ന് തന്നെ
എത്ര നല്ലൊരു എനിക്കിതൊരു ഞാൻ എൻ്റെ ഒരു ഓർമ്മ ഞാൻ പറയാം കേട്ടോ. എനിക്ക് എത്ര വയസ്സായി എനിക്ക് ഓർമ്മയില്ല. കുറച്ചൊക്കെ വലുതായതിന് ശേഷമാണ് ഞാൻ അച്ഛനോട് ചോദിച്ചു, അടുത്ത ജന്മം ഇതേ കുടുംബത്തിൽ നമ്മളൊക്കെ തന്നെ ഇതേപോലെ നമ്മളെ അച്ഛനും അമ്മയും മക്കളും ഒക്കെ ആയിട്ട് ജനിക്കുമോ ചോദിച്ചു. എന്ന് വെച്ചാൽ കാരണം ഉണ്ടോ, ഞാൻ ചോദിക്കാനൊരു കാരണം എന്താ വെച്ചാൽ നമ്മൾ ഈ ഇതൊക്കെ ഇട്ടിട്ടുണ്ടല്ലോ, പിന്നെ 3 ജന്മത്തിൽ ഒരേ ദമ്പതികളായിട്ട് വരിക എന്നൊക്കെ കഥയിലേ. അപ്പോൾ അച്ഛൻ പറഞ്ഞു എന്നോട്, സാവിത്രി അങ്ങനെയാണെങ്കിൽ നന്നല്ലേ എന്നൊക്കെ പറഞ്ഞു അത് അങ്ങനെയാണെന്ന് വിശ്വസിക്കാൻ എനിക്ക് വളരെ ഇഷ്ടമാണ്, പക്ഷേ നമ്മളെ ഉപനിഷത്തുകളിലൊന്നും അങ്ങനെയല്ല പറയണത് എന്ന് പറഞ്ഞ് ഈ ഉദാഹരണം പറഞ്ഞു തന്നത്, ഈ കുഞ്ഞു കുഞ്ഞിയ മരക്കഷ്ണങ്ങൾ ഒന്നിച്ചൊഴുകി വരുമ്പോൾ ഏതെങ്കിലും ഒരു തുരുത്ത് തട്ടിയാൽ അവ ചിന്നിച്ചിതറി പിന്നെ ഒരിക്കലും ഒന്നിക്കാത്ത വിധത്തിൽ പോകുന്ന പോലെയാണ് എന്ന് പറഞ്ഞു. അപ്പോൾ തണ്ണീർപ്പന്തലിൻ്റെ കാര്യം ഇപ്പോൾ ഇതിലും പറഞ്ഞിട്ടുണ്ട്. 2 ഉദാഹരണം പറഞ്ഞു ഈ ശ്ലോകത്തിൽ. തണ്ണീർപ്പന്തലിൽ യാത്രക്കാർ ഒത്തുകൂടി കുറച്ച് നേരം സ്പെൻഡ് ചെയ്ത് പിന്നെ അവിടുന്ന് പിരിഞ്ഞാൽ ഒരിക്കലും കാണാത്തതുപോലെയാണ് നമ്മുടെ കുടുംബാംഗങ്ങളൊക്കെ കുറച്ചും കൂടി അധികം കാലം നമ്മളെ കുടുംബാംഗങ്ങളും സുഹൃത്തുക്കളും ബന്ധുക്കളും ഒക്കെ ആയിട്ട് നമുക്കിതുണ്ട്. പക്ഷെ ഒരിക്കൽ നമ്മൾ പോയി കഴിഞ്ഞാൽ ഒരിക്കലും നമ്മൾ കാണില്ല. അത് ആലോചിച്ചാൽ നമുക്ക് സങ്കടമാവുമെച്ചാലും അതാണ് യാഥാർത്ഥ്യം എന്ന് ശ്രീരാമൻ തന്നെ പറയണു ലക്ഷ്മണനോട്, അല്ലേ? പിതൃമാതൃസുതഭ്രാതൃദാര ബന്ധുവാദിസംഗമ പ്രപായാമിവ ജന്തൂനാം നദ്യം കാഷ്ഠൗഘവച്ചല. ഇനി ഛായേവ ലക്ഷ്മീശ്ചപലാ പ്രതീത താരുണ്യമംബുർമിവദധ്രുവം ച സ്വപ്നോപമം സ്ത്രീസുഖമായുരൽപം തഥാപി ജന്തോരഭിമാന ഏഷഃ. ഈശ്വര, ലക്ഷ്മി ഛായ ഇവ ചപല പ്രതീത. സമ്പത്താണെങ്കിൽ എങ്ങനെയാണ്? നിഴല് പോലെ ചഞ്ചലയാണ്. ലക്ഷ്മി ചഞ്ചലയാണെന്ന് നമ്മൾ ഇതിനു മുമ്പും നാരായണീയത്തിലൊക്കെ കണ്ടുല്ലോ. സമ്പത്ത് അതായത് മാളിക മുകളേറിയ മന്നൻ്റെ തോളിൽ മാറാപ്പു കയറ്റുന്നതും ഭവാൻ. ഇതന്നെയാണ് പൂന്താനം പറഞ്ഞത്. അതായത് സമ്പത്തൊക്കെ വന്നും കൊണ്ടും പോയും കൊണ്ടും ഇരിക്കും. ലക്ഷ്മി അസ്ഥിരയാണ്, ഒരു ദിക്കിലും സ്ഥിരമായി നിൽക്കില്ല. ഇന്നുണ്ടെങ്കിൽ നാളെ ഉണ്ടായിക്കൊള്ളണമെന്നില്ല. അല്ലെങ്കിൽ ഒരാളുടെ ജീവിതകാലത്ത് ഉണ്ടായാലും അവരുടെ മക്കളുടെയും കാലത്ത് ഉണ്ടായിക്കൊള്ളണമെന്നില്ല. ഒരാളുടെ കാലത്ത് വളരെ ദാരിദ്ര്യമാണെങ്കിലും മക്കൾക്കും മക്കളുടെ മക്കളും അതിസമ്പന്നന്മാരാവാം. ഒക്കെ നമ്മൾ കാണുന്നുണ്ടല്ലോ, നമ്മുടെ കണ്ണിൻ്റെ മുമ്പ് തന്നെ എത്ര അങ്ങനത്തെ ഒക്കെ കാണുന്നു. അപ്പോൾ നിഴൽ പോലെ ചഞ്ചലമാണ് ലക്ഷ്മി. താരുണ്യം യൗവനം അമ്പുർമിവത് ജലത്തിലെ പോള പോലെ. ജലത്തിലൊരു പോള വന്നാൽ കുറച്ച് നേരം നിൽക്കുന്നിട്ട് പൊട്ടും. അതുപോലെയാണ് യൗവനം, അല്ലേ? നളിനി ജലദള മതി തരളം, അതാണല്ലോ. അതായത് പിന്നെ ഭജഗോവിന്ദത്തിലുണ്ടല്ലോ അതെ. എനിക്കിപ്പോൾ അത് ഓർമ്മ വരുന്നില്ലേ, ചെല്ലാൻ പറ്റുന്നില്ലേ. എന്തായാലും ജലത്തിലെ പോലെയും ചഞ്ചലമാണ്. അധ്രുവം എന്ന് പറഞ്ഞാൽ ഒട്ടും സ്ഥിരമല്ലാന്ന്. ധ്രുവം വെച്ചാൽ സ്ഥിരമാണെന്നാണ്. അധ്രുവം വെച്ചാൽ ചഞ്ചലാണ്. സ്ത്രീസുഖം സ്വപ്നോപമം. സ്ത്രീസുഖമൊക്കെ സ്വപ്നത്തിന് തുല്യാണ്. കുറച്ച് നേരത്തൊക്കെ. ആയുഹു അല്പം. ആയുസ് തന്നെ വളരെ കുറച്ചേ ഉള്ളൂ. തഥാപി എങ്കിലും ജന്തോഹോ പ്രാണിക്ക് ഏഷഃ അഭിമാന. ഈ ദേഹാഭിമാനം ഉണ്ടല്ലോ കഷ്ടം എന്ന് പറയണം. എന്താ ഇതിൽ പല കാര്യങ്ങൾ പറഞ്ഞത് എന്താണ് ശ്രീരാമൻ? ഞാൻ ഒന്നുകൂടി ഇത് പറയാം. അതായത് സമ്പത്ത് മുതലായിട്ടുള്ള എല്ലാ സുഖസാമഗ്രികളും അനശ്വരമല്ല, വളരെ നശ്വരങ്ങളാണ്. അതായത് ഒരു നിഴൽ പോലെയാണ്. നീളും കുറയും അങ്ങനെയാണ്. പിന്നെയോ ഈ യൗവനമോ വെള്ളത്തിൽ കാണപ്പെടുന്ന കുമിള പോലെ അത്ര പെട്ടെന്ന് അവസാനിക്കുന്നതാണ് യൗവനം. പിന്നെ ഭാര്യയായിട്ടുള്ള സംയോഗത്തിൽ നിന്ന് കിട്ടുന്ന സുഖമോ അത്ര നൈമിഷികമായിട്ടുള്ള സുഖമാണ്. നിമിഷങ്ങളോളം മാത്രം നിൽക്കുന്ന സുഖമാണ് സംഭോഗസുഖം. പിന്നെയോ ജീവിതം തന്നെ നോക്കുക, ജീവിതകാലം തന്നെ നോക്കുക വളരെ കുറച്ച് കാലമേ ഉള്ളൂ. ഇങ്ങനെയൊക്കെയാണ് പരമാർത്ഥം. സാധാരണ ജനങ്ങളാരും
ഇത് വിചാരിക്കാതെയാണ് ഇതെൻ്റെയാണ്, ഈ വീട് എൻ്റെയാണ്, ഈ തൊടി മുഴുവൻ എൻ്റെയാണ്, ഞാൻ എത്രയോ കാലം ഇനി സുഖമായി ജീവിക്കാൻ പോണു, ഇങ്ങനെ ഓരോന്ന് അഭിമാനിച്ച് എത്ര വിവേകമാണ് ലക്ഷ്മണ എന്ന് ലക്ഷ്മണനെ കൺവിൻസ് ചെയ്യാണ്. ഞാനിപ്പോൾ രാജാവായാലും രാജാവായില്ലെങ്കിലും ഒന്നും ഇറ്റ് റിയലി ഡസൻ മാറ്റർ. വളരെ നൈമിഷികമാണ് രാജാവായിരിക്കണ കാലവും. എൻ്റെ ഈ ജീവിതകാലം തന്നെ മനുഷ്യനായി അവതരിച്ച മനുഷ്യനായി രൂപെടുത്ത എൻ്റെ ജീവിതകാലം തന്നെ അത്യല്പമാണ്. പിന്നെ എന്തിനാണ് അതിനൊക്കെ പേടി നീ ദേഷ്യപ്പെടണമെന്ന് ലക്ഷ്മണനോട് പറയുകയാണ്. അതാണ് നീ എന്തൊരു അവിവേകം, ഇതൊക്കെ നമ്മളെ സ്വന്തമാണെന്നും എന്നും അനശ്വരാണെന്നും വിചാരിക്കണത് എന്തൊരു അവിവേകമാണ് എന്ന് നമ്മളോടും പറഞ്ഞു തരികയാണ് ശ്രീരാമനെ. ഛായേവ ലക്ഷ്മീശ്ചപലാ പ്രതീതാ താരുണ്യമംബുർമിവദ്ധ്രുവം ച സ്വപ്നോപമം സ്ത്രീസുഖമായുരൽപ്പം തഥാപി ജന്തോ രഭിമാന ഏഷ. ശരിക്കും പറയാച്ചാൽ നമ്മൾ ഈ ലക്ഷ്മണോപദേശം ദിവസേന വായിച്ച് മനനം ചെയ്യേണ്ടതാണ് നമ്മൾ, അല്ലേ? കാരണം വായിച്ച് മനസ്സിലായാൽ പോരല്ലോ, നമുക്ക് മനനം ചെയ്ത് നിധ്യാസനം ചെയ്യേണ്ട ശ്ലോകങ്ങളാണ് ഈ വായിക്കുന്ന ശ്ലോകങ്ങൾ മുഴുവൻ കേട്ടോ. ഇനി നമുക്ക് 25 ചെയ്യാം. സംസൃതി സ്വപ്നസദൃശീ സദാ രോഗാദിസങ്കുല ഗന്ധർവനഗരപ്രഖ്യാ മൂഢസ്ഥാമനുവർത്തതേ. സംസൃതി മീൻസ് സംസാരം. സ്വപ്നസദൃശി, സ്വപ്നതുല്യാണ് ഈ സംസാരം തന്നെ. സദാ രോഗാതിസങ്കുല, എപ്പോഴും രോഗങ്ങളും ദുഃഖങ്ങളും നിറഞ്ഞതാണ്. ഗന്ധർവനഗര പ്രഖ്യ, ഗന്ധർവനഗരം പോലെ, അതായത് ഇല്ലാത്ത ഒരു ഇമാജിനേഷനാണ്. ഗന്ധർവനഗരം പോലെ മൂഢ താം അനുവർത്തതേ, മൂഢനാണ് ഈ സംസാരത്തിനെ അനുസരിക്കുകയെന്ന്. എന്താ വെച്ചാൽ ഈ സംസാരത്തിലെ സ്ഥിതിഗതികളൊക്കെ സ്വപ്നം പോലെ പ്രത്യക്ഷപ്പെടും അപ്രത്യക്ഷപ്പെടും ചെയ്തുകൊണ്ടേയിരിക്കുന്നു. ശരിയല്ലേ? എത്ര ശരിയാണ്. സംസാരത്തിലത്തെ എല്ലാ സ്ഥിതിഗതികളും സ്വപ്നം പോലെ ഉയരും, എന്നിട്ട് സ്വപ്നം കഴിഞ്ഞാൽ ഒന്നുമില്ലല്ലോ, അതുപോലെ ഇല്ലാതെയാവും. അങ്ങനെ ഉയർന്നും, അതായത് ആവിർഭവിച്ചും തിരോഭവിച്ചും കൊണ്ടിരിക്കുകയാണ്. എല്ലാം അസ്ഥിരമാണ്. പിന്നെയോ എന്നാൽ നിലനിൽക്കും ലോകമുള്ള കാലത്ത് തന്നെ എന്നാൽ മുഴുവൻ സന്തോഷവും സുഖമാണോ? അല്ല, രോഗങ്ങളും ദുഃഖങ്ങളും പിന്നെ പല 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 തരത്തിലുള്ള കഷ്ടപ്പാടുകളും, അല്ലേ? വിശന്ന് കഷ്ടപ്പെടുന്നവരും ദാരിദ്ര്യം കൊണ്ടും ദുഃഖം കൊണ്ടും പിന്നെ എന്താ പറയുക രോഗങ്ങളെ കൊണ്ടും കഷ്ടപ്പെടുന്നു ആ ജീവിതകാലം തന്നെ. അപ്പോൾ അത് ഏതുപോലെ വെച്ചാൽ ഗന്ധർവ നഗരം, ആകാശത്തിലൊരു നഗരം ഉണ്ടാകുന്ന നമ്മൾ ഇമാജിൻ ചെയ്യണ പോലെ ഇല്ലാത്തതാണ്. അപ്പം അതൊക്കെ നമ്മൾ ശരിയാണെന്ന് കരുതണത് ശരിക്ക് വിവേകികൾക്ക് യോജിച്ചതല്ല ലക്ഷ്മണ എന്ന് പറയുകയാണ്. ഈ ചിന്താശീലമുള്ളവർക്ക് ആദരണീയമായിട്ട് ഈ സംസാരത്തിൽ ഒന്നും തന്നെ ഇല്ല ലക്ഷ്മണ. അതാണ് ചിന്താശീലരായിട്ടുള്ളവർക്ക് ഇവിടെ ഒന്നിനെപ്പറ്റിയും ആഗ്രഹിക്കാനോ ഒന്നിനോടും ആഗ്രഹം തോന്നാനോ ഒന്നിനോടും വെറുപ്പ് തോന്നാനോ ഒന്നിനെയും പറ്റി ദുഃഖിക്കാനോ ഒന്നിനെപ്പറ്റി സന്തോഷിക്കാനോ അർഹതയില്ല. പിന്നെ ലക്ഷ്മണ, നീ ആത്മാവന്നെയാണെന്ന് പറഞ്ഞു വരണം, അതാണ് അല്ലേ? അപ്പോൾ അതായത് ഇതൊക്കെ അസ്ഥിരാണ്. ഇതിനെപ്പറ്റി നിനക്ക് കോപം വരുന്നത് വളരെ വിചാരശൂന്യത കൊണ്ടാണ് എന്നാണ് പറയണത് കേട്ടോ. സംസൃതി സ്വപ്നസദൃശീ സദാരോഗാദിസങ്കുലാ ഗന്ധർവനഗര പ്രഖ്യാ മൂഢസ്ഥാമനുവർത്തതേ. ഇനി നമുക്ക് 26. ആയുഷ്യം ക്ഷീയതേ യസ്മാദാദിത്യസ്യ ഗദാഗദൈ ദൃഷ്ട്വാന്യേഷാം ജരാമൃത്യു കഥഞ്ചിന്നൈവ ബുധ്യതേ. യസ്മാത്, ഏത് കാരണം, ഏതുകൊണ്ട്, ആദിത്യസ്യ ഗതാഗതൈഹി, അതായത് സൂര്യൻ ഉദിക്കണതും അസ്തമിക്കണതും കൊണ്ട് ആയുസ്, അതായത് ദിവസങ്ങളിങ്ങനെ കടന്നു പോവല്ലേ, ക്ഷയിക്കുന്നു അല്ലേ? എന്ത് കാരണം കൊണ്ടാണ് സൂര്യോദയം സൂര്യാസ്തമനവും കഴിയുമ്പോഴേക്കും നമ്മുടെ ആയുസ് ഇങ്ങനെ ക്ഷയിച്ചുകൊണ്ട് ഓരോ ദിവസവും ക്ഷയിച്ച് വരുന്നു? അന്വേഷാം ജരാമൃത്യു ദൃഷ്ട, ബാക്കിയുള്ളവർ ഇതുപോലെ വയസ്സാവണതും മരിക്കണതും കണ്ടിട്ട് പോലും
കഥഞ്ചിത് ഒരു വിധത്തിലും ന ബുദ്ധ്യത, അത് ബോധ്യമാവുന്നില്ലല്ലോ. ദയനീയാണ് മനുഷ്യന്മാരുടെ കഥ എന്ന് പറയുകയാണ്. വളരെ ദയനീയാണ് ഈ മനുഷ്യന്മാരുടെ കഥ. കാരണം ഈ സൂര്യാസ്തമനങ്ങളോടുകൂടി നമ്മളുടെ ആയസ് ഇങ്ങനെ ക്ഷയിച്ച് വരികയാണ് ഓരോ ദിവസവും. അത് നമുക്ക് അറിയില്ല എന്ന് പറയാൻ പറ്റില്ല. നമ്മളുടെ മുമ്പിൽ എത്രയോ ആൾക്കാരെ കുട്ടിയായി, വലുതായി, പിന്നെ എന്താണ് യുവാവായി, അത് കഴിഞ്ഞ് മധ്യവയസ്കനായി, വൃദ്ധനായി, ജരാനരകളാൽ അങ്ങേയറ്റം ആക്രമിക്കപ്പെട്ട് അവസാനം രോഗങ്ങൾ വന്ന് മരിക്കുകയും ചെയ്യും. ഇതൊക്കെ നമ്മൾ ദിവസേന കാണുന്നുണ്ടെങ്കിൽ പോലും എന്നിട്ടും നമ്മളത് ബോധ്യപ്പെടാതെ എന്നും ഇത് സ്ഥിരമാണെന്ന് വിചാരിച്ച് ഇരിക്കണ്ടല്ലോ. ഈ അന്യശരീരങ്ങളിലൊക്കെ ജര ബാധിക്കണതും ഓരോരുത്തരായി മരിക്കണതും ഒക്കെ കണ്ടിട്ടും കൂടി ഈ അവസ്ഥ നമുക്ക് വരും എന്ന് ഈ ജനങ്ങൾക്ക് ബോധമില്ലാത്തത് ആശ്ചര്യമല്ലേ എന്നാണ് ശ്രീരാമൻ ലക്ഷ്മണനോട് പറയണത്. ഇതെന്നെ പറയുന്നുണ്ടല്ലോ, ആ യക്ഷ ഇതിൽ 5 ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ എന്താ ഏറ്റവും അത്ഭുതമായിട്ടുള്ള കാര്യം എന്ന് ചോദിക്കുമ്പോൾ യുധിഷ്ഠിരൻ പറയുന്നുണ്ടല്ലോ, യക്ഷപ്രശ്നത്തിൽ എന്താ പറയണത്, ഏറ്റവും അത്ഭുതമായിട്ടുള്ള കാര്യം എന്നും ഈ ജനനമരണങ്ങൾ കണ്ടിട്ടും മനുഷ്യന് അവനവനത് വരുന്നുണ്ടെന്നുള്ള ബോധ്യമില്ലാതെ ഇത് സ്ഥിരമാണെന്ന് വിചാരിച്ചിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യണമല്ലോ, അതാണെന്ന് പറയുന്നുണ്ടല്ലോ. അതുപോലെ തന്നെയാണ് ഇതിപ്പോൾ ശ്രീരാമനും ലക്ഷ്മണനോട് പറയണത്. ആയുഷ്യം ക്ഷീയതേ യസ്മാത് ആദിത്യസ്യ ഗതാഗതൈ ദൃഷ്ട്വാന്യേഷാം ജരാ മൃത്യു കഥഞ്ചിന്നൈവ ബുദ്ധ്യതേ. 27 സ ഏവ ദിവസൈവ രാത്രിരിത്യേവ മൂഢധീ ഭോഗാൻ അനുപതത്യേവ കാലവേഗം ന പശ്യതി. സ ഏവ ദിവസ, അത് തന്നെ ദിവസം, സ ഏവ രാത്രി, അത് തന്നെ രാത്രി, ഇത് ഏവ എന്നു തന്നെ മൂഢതി, ഒരു വിചാരശൂന്യന്മാർ, മൂഢതി നമ്മുടെ വിചാരമില്ലാത്തവർ, മൂഢന്മാർ, ഭോഗാൻ അനുപതതി, ഭോഗങ്ങളെ അനുസരിക്കുന്നു, കാലവേഗം ന പശ്യതി, കാലത്തിൻ്റെ വേഗത കാണില്ലാന്ന്. ഒരു പകൽ കഴിഞ്ഞു, പിന്നെ ഒരു രാത്രി കഴിഞ്ഞു, പിന്നെയും ഒരു പകൽ കഴിഞ്ഞു, പിന്നെയും ഒരു രാത്രി കഴിഞ്ഞു. ഇതൊന്നും ആരും ശ്രദ്ധിക്കണതോ, അതൊന്നും ശ്രദ്ധിക്കണില്ല ആരും. ഓരോ പകൽ കഴിയുമ്പോഴും ഓരോ രാത്രി കഴിയുമ്പോഴും നമ്മുടെ ആയസ് കുറയാണ്. ഇന്നലത്തെ ദിവസം തന്നെയാണ് ഇന്നത്തെ പോലെ തന്നെ നാളെ എന്നാണ് വിചാരം. പക്ഷെ അങ്ങനെയല്ല, ഓരോ ദിവസവും നമ്മുടെ ആയുസ് ക്ഷയിക്കുകയാണെന്നുള്ള വിചാരമില്ല. ഓരോ ദിവസവും ആയുഷ്കാലത്തിൻ്റെ ഒരംശം നശിക്കുകയാണ് നമുക്ക്. ഇനി ഒരിക്കലും മടക്കി കിട്ടാത്ത വിധത്തിൽ ആ കാലവേഗത്തെ അറിയാൻ ബുദ്ധിയില്ലാത്ത ആൾക്കാരാണ്, ജനങ്ങളാണ് ഇങ്ങനെ വിഷയാസക്തരാവുന്നത്. ലക്ഷ്മണ എന്ന് പറയാൻ ശ്രീരാമൻ. അതായത് ഓരോ പകലും ഓരോ രാത്രിയും കഴിയുമ്പോൾ നമ്മുടെ ആയുഷ്കാലത്തിൻ്റെ ഒരംശം ഇനി ഒരിക്കലും തിരിച്ചു കിട്ടാത്ത വിധം നമുക്ക് നഷ്ടപ്പെടുകയാണെന്നുള്ള ബോധമില്ലാത്തവരാണ് ഈ വിഷയാസക്തന്മാരായിരിക്കുന്നത് എന്നാണ് പറഞ്ഞത്. അപ്പം നമുക്ക് 23, 24 കൂടി ചെയ്യാം. അല്ല, ഇപ്പം എത്ര ചെയ്തത്? 27 ചെയ്തത്. 28 കൂടിയും ചെയ്യാം കേട്ടോ. എന്നാലും അയ്യോ, പേജ് പോയി. സ ഏവ ദിവസൈവ രാത്രിരിത്യേവ മൂഢധീ ഭോഗാൻ അനുപതത്യേവ കാലവേഗം ന പശ്യതി. ഇനി 28. പ്രദീക്ഷണം ക്ഷരത്യേതദായുരാമഖടാംബുവദ് സപത്ന ഇവ രോഗൗഖ ശരീരം പ്രഹരന്ത്യഹോ. ഏതത് ആയു, ഈ ആയുസ്, ആമഖടാംബുവദ്, അതായത് ചൂളയ്ക്ക് വയ്ക്കാത്ത കുടത്തിലെ ജലം പോലെ, പ്രദക്ഷിണം ക്ഷരതി ഏവ, ക്ഷണം തോറും ക്ഷയിക്കുന്നു, രോഗൗഖാഹ, രോഗസമൂഹങ്ങൾ, സപത്ന ഇവ, ശത്രുക്കളെ പോലെ, ശരീരം പ്രഹരന്തി, ശരീരത്തെ വേദനിപ്പിക്കുന്നു, പീഡിപ്പിക്കുന്നു, കഷ്ടം. അതായത് സർവ്വജനങ്ങളുടെയും ഈ ആയുസ് ഏതുപോലെ വെച്ചാൽ ചൂളയിൽ വെച്ച് വേവിക്കാത്ത വെള്ളം പോലെയാണ്. ക്ഷണം തോറും കുറഞ്ഞ് വരും.
അതായത് ചൂളയിൽ വെച്ചിട്ട് ഇതായി അത് ഇഷ്ടികയൊക്കെ ആവുമല്ലോ, അതില്ല പുറത്ത് വെച്ചാൽ അതിങ്ങനെ വറ്റി വറ്റി പോവും. അതാണ് പറയണതെന്നാണ് ഞാൻ വിചാരിക്കണം കേട്ടോ. ഏതായാലും എനിക്ക് ഇത് ശരിക്കും എനിക്ക് അറിയില്ല, കാരണം ചൂളയിൽ വെക്കണതിനെ പറ്റിയൊന്നും എനിക്ക് അറിവില്ല. അപ്പം എനിക്ക് മനസ്സിലാക്കണത് പിന്നെ പുറത്ത് വെറുതെ വെള്ളം ഇങ്ങനെ വെച്ചാൽ വറ്റി വറ്റി പോവുമല്ലോ വെയിലൊക്കെ ഉണ്ടെങ്കിൽ, അതുപോലെയാണ് നമ്മളെ ആയുസ് കുറേശ്ശെ കുറഞ്ഞു വരുന്നു. അതായത് ഇപ്പോൾ ഒരു പാത്രം എടുത്ത് വെള്ളം അങ്ങോട്ട് വെച്ച് വെച്ചാൽ നമ്മൾ തന്നെ അതിലത്തെ വെള്ളം പറ്റുമല്ലോ, ആവിയായി പോയിട്ടേ. അതുപോലെ നമ്മളറിയൂല, കുറേശ്ശേ പൂള്ളുവേ. അതുപോലെ നമ്മുടെ ആയുസ്സും കുറേശ്ശെയായി കുറഞ്ഞു വരുന്നു. ആ ആയുസ് നല്ല കാലത്ത് നമുക്ക് എല്ലാം സുഖമാണോ? അല്ലേ? അതുമില്ല. കാരണം ഓരോ ദുഃഖങ്ങൾ വരും, ഓരോ രോഗങ്ങൾ വരും, ശത്രുക്കളെ പോലെ രോഗങ്ങൾ വന്ന് നമ്മളെ ആശ്രമിക്കണു, ശരീരത്തെ അടിച്ചുടയ്ക്കണു, അല്ലേ? അവസാനം കൊണ്ടുപോവുകയും ചെയ്യും. ഇതൊന്നും സാധാരണ ജനങ്ങൾ ഓർക്കണില്ലല്ലോ, കഷ്ടം എന്ന് പറയുകയാണ് ശ്രീരാമനെ. അപ്പോൾ നമുക്ക് 28 വായിച്ചിവിടെ നിർത്താം. പ്രദക്ഷിണം ക്ഷരത്യേതായുരാമഖടാംബുവദ് സപത്ന ഇവ രോഗൗഖ. അതാ സപത്നികളെ പോലെയാണ് രോഗങ്ങളെ, ശത്രുക്കളെ പോലെ. ശരീരം പ്രഹരന്ത്യഹോ, ശരീരത്തിനെ പ്രഹരിക്കണു രോഗങ്ങൾ. അതായത് പ്രദക്ഷിണം നമ്മുടെ ആയുസ് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, രോഗങ്ങൾ വന്ന് നമ്മളെ പ്രഹരിച്ചു കൊണ്ടിരിക്കണു. ഇതൊന്നും ആലോചിക്കാതെ ജനങ്ങൾ ഈ സുഖഭോഗങ്ങളിൽ പിന്നാലെ പോണൂലോ എന്ന് ലക്ഷ്മണനെ ഉപദേശിച്ച. അതോടുകൂടി നമുക്കിവിടെ നിർത്താം. ശ്രീകൃഷ്ണാർപ്പണമസ്തു. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഗുരുവായൂരപ്പ ശരണം. ശ്രീ സീതാലക്ഷ്മണ ഭരത ശത്രുഘ്ന ഹനുമൽ സമേത ശ്രീരാമചന്ദ്രസ്വാമിനേ നമഃ.